കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങളിലും നെല്ലിന് സംസ്ഥാനങ്ങൾക്ക് നൽകി വരുന്ന അധിക ബോണസ് നിർത്തലാക്കിയ തീരുമാനത്തിലും പ്രതിഷേധിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ കാക്കനാട് സായാഹ്ന ധർണ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം കെ.ജി. സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ കർഷകദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചും നെല്ലിന് സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന അധിക ബോണസ് നിർത്തലാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചും അഖിലേന്ത്യാ കിസാൻ സഭ സായാഹ്ന ധർണ നടത്തി. കായംകുളം, ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കായംകുളം കാക്കനാട് ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം കെ.ജി. സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള ഭരണക്രമവും ഭരണ സംവിധാനവും ഒരുക്കുന്നതിന് പകരം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലയും തകർക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആ മേഖലയിലാകെ വൻകിട കോർപ്പറേറ്റുകൾക്ക് സഹായം ചെയ്തുകൊണ്ട് അവരെ ആ മേഖലയിൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം പാർലമെന്റിനകത്ത് നിയമപരമായി തന്നെ നടപ്പിലാക്കുന്നതിനുള്ള വലിയ വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ രാജ്യത്തെ കർഷകർ ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ സമര പോരാട്ടങ്ങൾ നടത്തി വിജയം കൈവരിച്ച ഒരു നാടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കിസാൻ സഭ ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി ശ്രീകുമാർ കെ അധ്യക്ഷനായി. CPI ഭരണിക്കാവ് മണ്ഡലം സെക്രട്ടറി എൻ ശ്രീകുമാർ, CPI കായംകുളം മണ്ഡലം സെക്രട്ടറി AS സുനിൽ, കിസാൻ സഭ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം L ഉണ്ണിപ്പിള്ള, CPI പത്തിയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി R ആനന്ദൻ, കായംകുളം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T ത്യാഗരാജൻ, കരിയിലക്കുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TV അജയ്കുമാർ, AITUC ഭരണിക്കാവ് മണ്ഡലം പ്രസിഡന്റ് SN, മറ്റ് നേതാക്കളായ സന്തോഷ് കട്ടച്ചിറ, K ഗോപികൃഷ്ണൻ, സോമലത, B ബിജു, K പ്രദീപ്, ശ്രീധരൻ നായർ, ഡോക്ടർ പ്രശാന്ത്, ജയകുമാർ നമ്പിയിടത്ത് എന്നിവർ സംസാരിച്ചു. കിസാൻ സഭ കായംകുളം മണ്ഡലം സെക്രട്ടറി K അനിൽകുമാർ സ്വാഗതവും കിസാൻ സഭ ഭരണിക്കാവ് മണ്ഡലം കമ്മിറ്റി അംഗം സുരേഷ് കൃതജ്ഞതയും പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.